Hi, hello, welcome to Manasi's Math Solution. Today we are going to start the 6th chapter of measures theory and in which we will discuss about the Lebesgue spaces and we will define the Lebesgue spaces LP. Now we are going to define a norm. What it means by a norm. When we consider a real linear space or vector space, എന്താണ് ഈ ലീനിയർ സ്പേസ് എന്ന് പറയുന്നത്? വെക്റ്റർ സ്പേസിനെ തന്നെയാണ് നമ്മൾ ലീനിയർ സ്പേസ് എന്ന് പറയുന്നത്. കാരണം എന്താണ്, ഇൻ വെക്റ്റർ സ്പേസ് എവറിത്തിങ് ഈസ് റിലേറ്റഡ് ടു ലീനിയാരിറ്റി ബിറ്റ്വീൻ വെക്റ്റേഴ്സ്. അപ്പോൾ നമ്മളതിനെ ലീനിയർ സ്പേസ് എന്നും പറയുന്നുണ്ട്. എന്താണ് ഈ റിയൽ ലീനിയർ സ്പേസ് എന്ന് പറയുന്നത്? വി നോ ദാറ്റ് we always consider a vector space together with a field. Without field there is nothing about vector space അല്ലേ? അപ്പോൾ ആ ഒരു ഫീൽഡ് റിയൽ ആണെങ്കിൽ which means if we consider a vector space or a linear space over a real field means field of real numbers, then we will say that vector space is linear vector space or real vector space or real linear space. ഇപ്പോൾ ആ ഒരു ഫീൽഡ് കോംപ്ലക്സ് നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? കോംപ്ലക്സ് വെക്റ്റർ സ്പേസ് അല്ലെങ്കിൽ കോംപ്ലക്സ് ലീനിയർ സ്പേസ് എന്ന് പറയും. സോ ഇവിടെ നമ്മൾ എന്താണ് ചൂസ് ചെയ്യുന്നത്? റിയൽ ലീനിയർ സ്പേസ് ആണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എ റിയൽ വാല്യൂഡ് ഫങ്ഷൻ n on v. Okay, then a real valued function n on v is said to be a norm for v. A norm for v in case if it satisfies these four conditions. ഈ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എ റിയൽ വാല്യൂഡ് ഫങ്ഷൻ ഡിഫൈൻഡ് ഓൺ എ റിയൽ ലീനിയർ സ്പേസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? നോം എന്ന് പറയുന്നത്. ഫസ്റ്റ് എന്താണെന്ന് നോക്കിക്കേ. n of v is greater than or equal to 0 for all vectors v in v, which means the function must be a non-negative function. Second one is that n of v equal to 0 if and only if v equal to 0. എന്താണ്? സീറോയിലോട്ട് മാപ്പ് ചെയ്യുന്ന വെക്റ്റർ ഏത് മാത്രമേ ആവാൻ പാടുള്ളൂ? 0 മാത്രമേ ആവാൻ പാടുള്ളൂ. ഒരു നോൺ സീറോ വെക്റ്റേഴ്സിനെയും സീറോയിലോട്ട് മാപ്പ് ചെയ്യാനും പാടില്ല, ആൻഡ് സീറോനെ എങ്ങോട്ട് മാപ്പ് ചെയ്യണം? സീറോയിലോട്ട് മാപ്പ് ചെയ്യും വേണം. ഓക്കെ, ആൻഡ് ദ തേർഡ് കണ്ടീഷൻ ഇസ് ദാറ്റ് n of alpha v for any real number alpha and for any vector v, n of alpha v is equal to the modulus of alpha into n of v. And the fourth condition is that n of u plus v is less than or equal to n of u plus n of v for all u v in v. ഇപ്പോൾ ഈ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റിയൽ ലീനിയർ സ്പേസ് അല്ലെങ്കിൽ ദ ഫങ്ഷൻ ഡിഫൈൻഡ് ഓൺ റിയൽ വാല്യൂഡ് ഫങ്ഷൻ ഡിഫൈൻഡ് ഓൺ റിയൽ ലീനിയർ സ്പേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ v is equal to റിയൽ നമ്പർ സിസ്റ്റം എടുത്തു എന്ന് കരുതുക. അപ്പോൾ ഈ ഒരു ഇവിടെ ഞാൻ ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. നോമല്ല, ഒരു ഫങ്ഷൻ നോമാണെന്ന് പ്രൂവ് ചെയ്യാം നമുക്ക്. n of x is equal to absolute value of x. ഇപ്പോൾ ഞാൻ ഈ ഒരു ഫങ്ഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർലി ദിസ് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ റിയൽ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഇസ് ഓൾവേസ് നോൺ നെഗറ്റീവ്. ആൻഡ് വി നോ ദാറ്റ് ദ മോഡുലസ് ഓഫ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. And for any real number alpha times x, the absolute value of alpha times x is equal to the absolute value of alpha into the absolute value of x. And also we know that for any two real numbers x and y, absolute value of x plus y is always less than or equal to absolute value of x plus absolute value of y. അപ്പോൾ നോക്കിക്കേ, 1 2 3 4 ഈ പറഞ്ഞിരിക്കുന്ന 4 കണ്ടീഷനും ഈ ഒരു ഫങ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ദ ഫങ്ഷൻ ദിസ് ഫങ്ഷൻ ഈസ് എ നോം ഓൺ റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ റിയൽ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഇസ് എ നോം ഓൺ ദ സ്പേസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, ഇനി സപ്പോസ് നിങ്ങൾ ഈ ഒരു കണ്ടീഷൻസ് 4 കണ്ടീഷൻസ് ഉണ്ടല്ലേ. അപ്പോൾ ഈ ഒരു ഫങ്ഷൻ ഫസ്റ്റ് കണ്ടീഷനും തേർഡ് കണ്ടീഷനും ഫോർത്ത് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ
നമ്മളതിന് സെമി നോം അല്ലെങ്കിൽ സ്യൂഡോ നോം എന്ന് പറയും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് കണ്ടീഷൻ ഒഴികെ ബാക്കിയുള്ള 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇത്തരത്തിലുള്ള റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ റിയൽ ലീനിയർ സ്പേസിനെയാണ് നമ്മൾ സെമി നോം അല്ലെങ്കിൽ സ്യൂഡോ നോം എന്ന് പറയുന്നത്. ആ നെയിം പോലെ തന്നെ. ഓക്കെ, ഇനി എ വെക്റ്റർ സ്പേസ് ടുഗദർ വിത്ത് ഓർ എ ലീനിയർ സ്പേസ് ടുഗദർ വിത്ത് എ നോം ഈസ് കോൾഡ് ആസ് നോംഡ് ലീനിയർ സ്പേസ്. ഓക്കെ, അപ്പോൾ നോംഡ് ലീനിയർ സ്പേസ് എന്താണ്? എ വെക്റ്റർ സ്പേസ് ഓർ ലീനിയർ സ്പേസ് ടുഗദർ വിത്ത് എ നോം. ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ, കൺസിഡർ റിയൽ നമ്പർ സിസ്റ്റം. ആൻഡ് ഞാനിത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു അല്ലേ, അവിടെ ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഓക്കെ, സെക്കൻഡ് വൺ, the linear space Rn of n tuples of real numbers can be normed by defining these 3 functions. അപ്പോൾ നമ്മൾക്ക് എന്താണ് ഈ 3 ഫങ്ഷൻസ് നോം ഇസ് എ നോം ഓൺ Rn ആണെന്ന് പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് വൺ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്ക്. n1 of u1 u2 etc. un is equal to what? Is equal to absolute value of u1 plus etc. plus absolute value of un. ഇങ്ങനെയാണ് ഫസ്റ്റ് വൺ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് വൺ എങ്ങനെയാണ്? which is defined using a number p which is greater than or equal to 1. Okay, and np of u1 u2 etc. un is equal to absolute value of u1 raised to p plus etc. absolute value of un raised to p all raised to 1 by p, and for each p greater than or equal to 1 this is defined. And n infinity, the third function is defined by n infinity of u1 u2 etc. un is equal to supremum of absolute value of u1 etc. absolute value of un. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും നോം ആണെന്ന് നമ്മൾക്ക് പ്രൂവ് ചെയ്യണം. ആൻഡ് സെക്കൻഡ് കേസിൽ പി ഈക്വൽ ടു 1 എന്ന് എടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾക്കിനി ഫസ്റ്റ് വൺ ഞാനിത് ഓൾ തന്നെ പ്രൂവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് വൺ, we know that n1 of u1 u2 etc. un is equal to absolute value of u1 plus etc. absolute value of un. അപ്പോൾ നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് തമ്മിലാണ് ആഡ് ചെയ്യുന്നത് അല്ലേ. ഇതിലുള്ള ഈ അഡിഷൻ ഈ സമ്മേഷനിലുള്ള ഓരോ ടേമും എന്താണ്? വിച്ച് ഈസ് നോൺ നെഗറ്റീവ്. സോ സമ്മേഷനും എന്തായിരിക്കും? നോൺ നെഗറ്റീവ് ആയിരിക്കും. സോ ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി n1 of u1 u2 etc. un ഈക്വൽ ടു 0 ആണെന്ന് സപ്പോസ് ചെയ്യാം. ആൻഡ് ദിസ് ഇസ് പോസിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് n1 of u1 u2 etc. un എന്താണ്? absolute value of u1 plus etc. absolute value of un which is equal to 0. ഇവിടെ എന്താണ്? നോൺ നെഗറ്റീവ് ടേംസ് റിയൽ നമ്പേഴ്സ് അല്ലേ. ഇതിൽ ഓരോ ഈ സമ്മേഷനിൽ ഓരോ ടേമും നോൺ നെഗറ്റീവ് ആണ്. അപ്പോൾ നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സിൻ്റെ അഡിഷൻ ഇസ് ഈക്വൽ ടു 0 എന്നാണ്, സമ്മേഷൻ ഈക്വൽ ടു 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഓരോ നമ്പറും എന്തായിരിക്കണം? നമുക്കറിയാം ഇപ്പോൾ എക്സും വൈയും നോൺ നെഗറ്റീവ് നമ്പേഴ്സ് ആണെന്ന് കരുതാം. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ്? ഒന്നുകിൽ എക്സ് ഈക്വൽ ടു 0 ഈ രണ്ട് ടേംസും ഈക്വൽ ടു 0 ആയിരിക്കണം അല്ലേ. സോ നമ്മൾക്ക് എന്താണ്? ദിസ് സമ്മേഷൻ ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് ui absolute value of ui equal to 0 and hence ui equal to 0 for all I is equal to 1 to etc. എന്ന് കിട്ടി. And this is possible if and only if the n tuple u1 u2 etc. un equal to 0. So this is equal to 0 if and only if u1 u2 etc. un equal to 0 എന്ന് കിട്ടി. അപ്പോൾ സെക്കൻഡ് കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി തേർഡ് കണ്ടീഷൻ നോക്കാം. കൺസിഡർ n1 of alpha times u1 u2 etc. un. Alpha times u1 u2 etc. un is equal to alpha u1 etc. alpha un ആണ്. സോ n1 of alpha u1 alpha u2 etc. alpha un എന്ന് വന്നു അല്ലേ. ഇനി ബൈ ദ ഡെഫിനിഷൻ ഓഫ് n1 ദിസ് ഇസ് ഈക്വൽ ടു absolute value of alpha u1 plus etc. plus absolute value of alpha un and which is equal to absolute value of alpha into അല്ലേ. നമുക്ക് absolute value of alpha times u1 എങ്ങനെ എഴുതാം? absolute value of alpha into absolute value of u1 എന്ന് എഴുതാം അല്ലേ. സോ ദിസ് ഇസ് ഈക്വൽ ടു absolute value of alpha into absolute value of u1 plus etc. absolute value of alpha into absolute value of un and this is equal to absolute value of alpha into absolute value of u1 plus etc. absolute value of un
and this is equal to absolute value of alpha into n of u1, u2, etc. un, and this is true for each u1, u2, etc. un in Rn. But third condition satisfies ചെയ്യുന്നുണ്ട്. ഇനി fourth one, consider n1 of u1, u2, etc. un plus v1, v2, etc. vn. This is equal to ഈ രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? കറസ്പോണ്ടിങ് ടേംസ് തമ്മിൽ ആഡ് ചെയ്യുക അല്ലേ? സോ n1 of u1 plus v1, etc. un plus vn. And by the definition of n1, this is equal to modulus of u1 plus v1 plus etc. modulus of un plus vn. We know that for any two real numbers ui and vi, the absolute value of this the absolute value of ui plus vi is less than or equal to absolute value of ui plus absolute value of vi. By applying this here, we will get this summation is less than or equal to absolute value of u1 plus absolute value of v1 plus etc. plus absolute value of un plus absolute value of vn. By rearranging the position of these ui's and vi's, we will get this is equal to absolute value of u1 plus etc. absolute value of un plus absolute value of v1 plus etc. absolute value of vn. The first n terms is equal to n1 of u1, u2, etc. un, and the second n terms, the summation of second set of n terms is equal to n1 of v1, v2, etc. vn. Therefore n1 is a norm on Rn. Therefore n1 is a norm on Rn. കാരണം എന്താണ്? Here n1 satisfies all of these four conditions. Therefore n1 is a norm on Rn. Next we are going to prove that the function np is a norm on Rn. For that, consider np of u1, u2, etc. un. This is equal to summation I is equal to 1 to n modulus of ui raised to p all raised to 1 by p. Here when we consider the pth root of this summation, we will always consider the positive pth root. Okay, so here this is always greater than or equal to 0 because here we are considering the absolute value of ui raised to p. Okay, so all of these values will be greater than or equal to 0. Next, consider np of alpha times u1, u2, etc. un. This is equal to np of alpha u1, etc. alpha un, and by the definition of np, this is equal to summation I is equal to 1 to n modulus of alpha ui raised to p all raised to 1 by p, and this is equal to summation I is equal to 1 to n. We know that the absolute value of alpha ui is equal to absolute value of alpha into absolute value of ui. Therefore, when we consider the pth power, this will be equal to absolute value of alpha raised to p into absolute value of ui raised to p all power 1 by p. Okay, and we can എന്താണ് ഇവിടെ ആൽഫ absolute value of alpha raised to p നെ ഈ സമ്മേഷൻ്റെ ഔട്ട്സൈഡ് എടുക്കാം, കാരണം എന്താണ് അതൊരു കോൺസ്റ്റൻറ്റ് ടേമാണ്. എന്നിട്ട് pth റൂട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അല്ലേ ഔട്ട്സൈഡ് എടുക്കുമ്പോൾ നമ്മൾക്ക് എന്താണ് absolute value of alpha raised to p all raised to 1 by p എന്ന് വരും അല്ലേ. സോ എന്ത് കിട്ടും? ദിസ് ഇസ് ഈക്വൽ ടു absolute value of alpha because we are considering positive pth root only. So this is equal to absolute value of alpha into summation I is equal to 1 to n the absolute value of ui raised to p all raised to 1 by p, and it is equal to absolute value of alpha into here this summation is equal to np of u1, u2, etc. un. Therefore here np satisfies these two conditions. Next, consider np of u1, u2, etc. un equal to 0. By the definition of np, we have this is equal to summation I is equal to 1 to n absolute value of ui raised to p all raised to 1 by p. This is equal to 0. So this happens if and only if this is equal to 0, and it is possible if and only if each ui equal to 0 for all I is equal to 1 to etc. Why? Here ഇവിടെ എന്താണ് നമ്മൾക്ക് പോസിറ്റീവ് ടേംസിൻ്റെ അല്ലേ പോസിറ്റീവ് ടേംസിൻ്റെ pth പവർ എടുത്തിട്ട് അതിൻ്റെ ഓൾ റേസ് ടു 1 by p ആണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമ്മേഷൻ I is equal to 1 to n
modulus of ui raised to p all raised to 1 by p equal to 0 എന്ന് വരും. അപ്പോൾ ഞാൻ pth സ്ക്വയർ എടുക്കുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? ദിസ് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും അല്ലേ. ആൻഡ് ഇവിടെ നമ്മൾ എന്താണ് പോസിറ്റീവ് നോൺ നെഗറ്റീവ് ടേംസിൻ്റെ സമ്മേഷൻ, പോസിറ്റീവ് ടേംസ് എന്നല്ല നോൺ നെഗറ്റീവ് ടേംസിൻ്റെ സമ്മേഷനാണ് ഇവിടെ ഈക്വൽ ടു 0 എന്ന് കിട്ടിയിരിക്കുന്നത്. സോ ഈച്ച് ഓഫ് ദീസ് ui raised to p, absolute value of ui raised to p must be equal to 0, and hence the absolute value of ui is equal to 0, and this implies that ui is equal to 0. Okay, now ui equal to 0 for all I is equal to 1 to etc. n is possible if and only if this n tuple u1 u2 etc. un is equal to 0 0 0. Okay, now the fourth condition, consider np of u1 u2 etc. un plus v1 v2 etc. vn. This is equal to np of u1 v1 u1 plus v1 etc. un plus vn, and this is equal to, by the definition of np, this is equal to summation I is equal to 1 to n the absolute value of ui plus vi raised to p all raised to 1 by p. And by applying Minkowski's inequality, we know that this is less than or equal to summation I is equal to 1 to n absolute value of ui raised to p all raised to 1 by p plus summation I is equal to 1 to n absolute value of vi raised to p all raised to 1 by p. And here this is equal to np of u1 u2 etc. un plus this is equal to what? np of v1 v2 etc. vn. So here np of u1 u2 etc. un plus v1 v2 etc. vn is less than or equal to np of u1 u2 etc. un plus np of v1 v2 etc. vn. Therefore the function np is a norm on Rn. Next, consider n infinity. N infinity is defined by n infinity of u1 u2 etc. un is equal to supremum of the set absolute value of u1 etc. absolute value of un. Okay, in this set each of the terms absolute value of ui's are always greater than or equal to 0. Suppose the supremum of this set is equal to some real number x, then എന്താണ് supremum ആയതുകൊണ്ട് for each ui absolute value of ui must be less than or equal to x ആയിരിക്കണം അല്ലേ. അപ്പോൾ 0 ആണെന്ന് പറയുന്നത് എന്താണ്? absolute value of ui must be less than or equal to 0, and each of these terms are greater than or equal to 0 also. So this implies that the absolute value of ui equal to 0 for all I is equal to 1 to etc. n. sorry ഞാനിതല്ലേ സെക്കൻഡ് ടേമിലോട്ടങ്ങ് വന്നു പോയതാണ്. അതായത് സെക്കൻഡ് കണ്ടീഷൻ ഉണ്ടായിരുന്നല്ലോ, എന്നെ നോം ആവാനുള്ള സെക്കൻഡ് കണ്ടീഷൻ, അതങ്ങ് പ്രൂവ് ചെയ്തു പോയി. ഓക്കെ, സോ കൺഫ്യൂഷൻ ആവണ്ട, ഞാൻ സെക്കൻഡ് ടേമാണ്, അതായത് ഈ കാര്യമാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്നാൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് വൺ പ്രൂവ് ചെയ്യാം. അപ്പോൾ n infinity of u1 u2 etc. un equal to 0 if and only if, by the definition of n infinity, this is equal to supremum of the set absolute value of u1 etc. absolute value of un, and this is equal to 0. Okay, and this is equal to 0 ആണെങ്കിൽ നമ്മൾക്ക് എന്താണ് ഇതാ ഇവിടെ എഴുതിയിരിക്കുന്നത് പ്രകാരം നമുക്കറിയാം ഈ സെറ്റിലിരിക്കുന്നതൊക്കെ നോൺ നെഗറ്റീവ് ടേംസ് ആണ് അല്ലേ, അബ്സല്യൂട്ട് വാല്യൂയിൽ എടുത്തിരിക്കുന്നത്. സോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് യു ഐ ലെസ് ദാൻ ഓർ ഈക്വൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് യു ഐ ആയിരിക്കും. ഇനി ഈ സെറ്റിൻ്റെ സുപ്രീമമാണ് 0. സോ ഇതിലുള്ള ഓരോ എലമെൻറ്റും എന്താണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം ആയിരിക്കും, അതായത് 0 ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് എന്ത് കിട്ടി? absolute value of ui equal to 0 for all I is equal to 1 to etc. എന്ന് കിട്ടി. അപ്പോൾ എന്താണ് ui equal to 0 എന്ന് കിട്ടി. So this is possible if and only if the n tuple u1 u2 etc. un is equal to 0 0 etc. 0. അപ്പോൾ നമ്മൾക്ക് എന്താണ് സെക്കൻഡ് കണ്ടീഷൻ ഇവിടെ നിന്ന് പ്രൂവ് ചെയ്തു. ഇനി ഫസ്റ്റ് കണ്ടീഷനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. കാരണം എന്താണ് ഈ n infinity of u1 u2 etc. un എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? സുപ്രീമം ഓഫ് ദ സെറ്റ് absolute value of u1 etc. absolute value of un ന് ഈക്വലാണ്.
ഇനി ഈ സെറ്റിലുള്ള ഓരോ ടേമും നോൺ നെഗറ്റീവ് ആണ്. സോ ആ സെറ്റിൻ്റെ സുപ്രീമോ എന്തായിരിക്കും? നോൺ നെഗറ്റീവ് ആയിരിക്കും. സോ n ഇൻഫിനിറ്റി ഓഫ് u1 u2 എക്സെട്ര un ഇസ് ഓൾവേസ് നോൺ നെഗറ്റീവ്. സെക്കൻഡ് വൺ പ്രൂവ് ചെയ്തു. തേർഡ് വൺ n ഇൻഫിനിറ്റി ഓഫ് ആൽഫ u1 എക്സെട്ര ആൽഫ un കൺസിഡർ ചെയ്യാം. ബൈ ദ ഡെഫിനിഷൻ ഓഫ് n ഇൻഫിനിറ്റി this is equal to supremum of the set absolute value of alpha u1 etc. absolute value of alpha un, and here absolute value of alpha ui is equal to absolute value of alpha into absolute value of ui. Therefore this is equal to supremum of the set absolute value of alpha into absolute value of u1 etc. absolute value of alpha into absolute value of un. Okay, and നമ്മൾക്കറിയാം ഈ absolute value of alpha എന്ന് പറഞ്ഞാൽ ഓൾവേസ് നോൺ നെഗറ്റീവ് ആണ്. So supremum of this set is equal to absolute value of alpha into supremum of absolute value of u1 etc. absolute value of un, and this is equal to what? n infinity of u1 u2 etc. un. Okay, അപ്പോൾ തേർഡ് കണ്ടീഷൻ ഇവിടെ പ്രൂവ് ചെയ്തു. ഇനി ഫോർത്ത് വൺ, consider n infinity of u1 u2 etc. un plus v1 v2 etc. vn, and this is equal to n infinity of u1 plus v1 etc. un plus vn, and by the definition of n infinity this is equal to supremum of the set u1 plus v absolute value of u1 plus v1 etc. absolute value of un plus vn, and which is less than or equal to, we know that ui plus vi, for any two real numbers ui and vi, this absolute value is always less than or equal to absolute value of ui plus absolute value of vi ആണ് അല്ലേ. സോ നമ്മൾക്ക് എന്ത് പറയാം? supremum of this set is less than or equal to supremum of this set എന്ന് പറയാം അല്ലേ, ആണല്ലോ. ഇനി this is equal to supremum of set u1 etc. set absolute value of u1 etc. absolute value of un plus supremum of absolute value of uv1 etc. absolute value of vn, and the first one is equal to n infinity of u1 u2 etc. un plus the second term is equal to n infinity of v1 v2 etc. vn. അപ്പോൾ ഈ ഫോർ കണ്ടീഷൻസും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കിട്ടി n ഇൻഫിനിറ്റിക്ക്. സോ n ഇൻഫിനിറ്റി ഈസ് എ നോം ഓൺ ആർ എൻ ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്പേസസ് ഇതേ സ്റ്റെപ്സ് യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾക്ക് പ്രൂവ് ചെയ്യാം. അവിടെ ആ ഒരു സ്പേസിൽ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇവിടെ ഇപ്പോൾ n ടപ്പിൾസ് ആണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഇനി കൺസിഡർ ചെയ്യാൻ പോകുന്ന ഈ രണ്ട് എക്സാമ്പിൾസിൽ വരുന്നത് n ടപ്പിൾസ് ആവണമെന്നില്ല. n ടപ്പിൾസ് അല്ല, സീക്വൻസസ് ആണ് വരുന്നത്. ടേംസ് ആയിട്ട്, എലമെൻറ്റ്സ് ആയിട്ട്, സ്പേസസിലുള്ള എലമെൻറ്റ്സ് ആയിട്ട് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ് വരുന്നത്. ആൻഡ് അത് കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ആൻഡ് ഇത് ലീനിയർ സ്പേസ് ആണെന്ന് ലീനിയർ ആൾജിബ്രയിൽ പഠിക്കുന്നുണ്ട്. സോ നമ്മൾക്കൊന്ന് ആ ഒരു നോം ഏതാണെന്നും ആ ഒരു സ്പേസ് ഏതാണെന്നും മാത്രം ഒന്ന് ഡിഫൈൻ ചെയ്ത് വെക്കാം. ഇതേ സ്റ്റെപ്സ് നമ്മൾ തൊട്ട് മുന്നേ പ്രൂവ് ചെയ്ത അതേ സ്റ്റെപ്സ് യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾക്ക് ഇവിടെയും ഇനി ഡിഫൈൻ ചെയ്യാൻ പോകുന്ന രണ്ട് ഫങ്ഷൻസ് നോം ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ജസ്റ്റ് ഡിഫൈൻ ചെയ്യാം അതൊന്ന്. ദ ലീനിയർ സ്പേസ് L1 ഓഫ് ഓൾ റിയൽ വാല്യൂഡ് sequences u is equal to un such that n1 of u is equal to summation absolute value of ui is less than plus infinity. അതായത് L1ൽ വരുന്ന എലമെൻറ്റ്സ് ഏതാണെന്ന് പറഞ്ഞിരിക്കുന്നത് which is the set of all sequences un in Rn ആണ്. പക്ഷെ എല്ലാ സീക്വൻസും വരുന്നുണ്ടോ? Rn അല്ല, R ആണ്. പക്ഷെ എല്ലാ സീക്വൻസും വരുന്നുണ്ടോ? ഇല്ല. എത്തരത്തിലുള്ള സീക്വൻസ് ആണ് വരുന്നത്? ഈ ഒരു സമ്മേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഈ സീക്വൻസിലുള്ള എലമെൻസിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുക, ആ അബ്സല്യൂട്ട് വാല്യൂവിൻ്റെ സമ്മേഷൻ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ ഒരു സമ്മേഷൻ ലെസ് ദാൻ ഇൻഫിനിറ്റി ആവുന്ന
സീക്വൻസസ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ലെസ് ദാൻ പോസിറ്റീവ് ഇൻഫിനിറ്റി ആവുന്ന സീക്വൻസസ് മാത്രമേ L1 വരുന്നുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ L1 എന്ന് പറയുന്നത് ലീനിയർ സ്പേസ് ഓവർ റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ആൻഡ് ദ നോം ദാറ്റ് വി ഡിഫൈൻ ഹിയർ ഈസ് n1 of u is equal to summation I is equal to 1 to infinity or summation over I absolute value of u I എന്ന് പറയുന്നതാണ് ഇവിടെ എന്തായിട്ട് വരുന്നത്, നോം ആയിട്ട് വരുന്നത്. So together with this norm, L1 is a normed linear space. ഇനി നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് for p greater than or equal to 1, for p greater than or equal to 1, consider the linear space LP over R which is defined by LP എങ്ങനെയാണ്, LP എന്ന് പറയുന്നത് which is the collection of all sequences UN which consist of എന്താണ്, സീക്വൻസസ് UN തന്നെയാണ്. പക്ഷെ എന്താണ് കണ്ടീഷൻ, ആറിലുള്ള സീക്വൻസ് തന്നെയാണ് വരുന്നത്. പക്ഷെ എന്താണ് കണ്ടീഷൻ, ആ സീക്വൻസിലുള്ള ടേംസിൻ്റെ എല്ലാം അബ്സല്യൂട്ട് വാല്യൂ കൺസിഡർ ചെയ്യുക, pth പവർ എടുക്കുക, ഓൾ റേസ് ടു 1/p കൺസിഡർ ചെയ്യുക. ഈ ഒരു വാല്യൂ ലെസ് ദാൻ പോസിറ്റീവ് ഇൻഫിനിറ്റി ആയിട്ട് വരുന്ന സീക്വൻസസിൻ്റെ കളക്ഷനാണ് LP. ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഫോർ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു p ലെസ് ദാൻ ഇൻഫിനിറ്റി. അപ്പോൾ p ഈക്വൽ ടു 1 ആവുന്നവരെ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന കേസ് വരും. ഓക്കെ, ആൻഡ് ഈ ഒരു കേസിൽ ദിസ് ഇസ് എ ലീനിയർ സ്പേസ് ഓവർ ദ റിയൽ നമ്പേഴ്സ് ആണ്. ആൻഡ് ഇവിടെ നോം ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ NP ഓഫ് u is equal to u where u is equal to the sequence UN. This is equal to summation I is equal to 1 to n അല്ല, summation I is equal to 1 to infinity absolute value of ui raised to p all raised to 1/p. ഇങ്ങനെയാണ് ഈ ഫംഗ്ഷൻ NP ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. Then this will be a norm on the space LP and hence LP is a normed linear space together with this norm also. Okay, അപ്പോൾ നമ്മൾ രണ്ട് നോംസ് ഡിഫൈൻ ചെയ്തു. രണ്ട് സ്പേസസ് മുന്നേ പഠിച്ചിരുന്നത് തന്നെയാണ്, ഈ വെക്ടർ ആൾജിബ്രയിൽ വരുന്നതാണ്. സോ അതിൽ നിന്നൊന്ന് എടുത്തു എന്ന് മാത്രം. ഇതിൻ്റെ പ്രൂഫ് സെയിം സ്റ്റെപ്സ് തന്നെ ഫോളോ ചെയ്യാം, നേരത്തെ പ്രൂവ് ചെയ്തിരുന്ന അതേ സ്റ്റെപ്സ് തന്നെ ഫോളോ ചെയ്താൽ മതി. ഇനി കൺസിഡർ the collection b of x of all bounded real valued functions on x. ഇപ്പോൾ നമ്മളൊരു സെറ്റ് എക്സ് കൺസിഡർ സ്പേസ് എക്സ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. സോ എന്താണ് ബി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, വിച്ച് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ ബൗണ്ടഡ് റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് ഡിഫൈൻഡ് ഓൺ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ദിസ് will be a normed space together with the norm n of f is equal to supremum of the set of all absolute value of f of x such that x belongs to x. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇത് എന്തായിരിക്കും, ഇറ്റ് വിൽ ബി എ നോം ഓൺ ദ സ്പേസ് ബി ഓഫ് എക്സ് ആയിരിക്കും. ആൻഡ് ഈ നോമിനെ പൊതുവേ സുപ് നോം എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഫോർ ഓൾ എക്സ് ഇൻ എക്സ് എന്താണ് എഫ് ഓഫ് എക്സിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുക, അതിൻ്റെ സുപ്രീമമാണ് ഇവിടെ എന്തായിട്ട് വരുന്നത്, എൻ ഓഫ് എഫ് ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ബി ഓഫ് എക്സ് ടുഗദർ വിത്ത് ദിസ് എൻ ഇസ് എ നോർമഡ് സ്പേസ്. ഇനി നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന എക്സ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആണെന്ന് കരുതുക. ഓക്കെ, അപ്പം നമ്മൾക്ക് എന്താണ് ഇൻ പെർട്ടിക്കുലർ ദ ലീനിയർ സ്പേസ് ഓഫ് കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഓൺ എക്സ് ഈസ് നോംഡ്. അപ്പോൾ നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എടുക്കുകയാണെങ്കിൽ കൺസിഡർ ദ സെറ്റ് ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി, അതായത് സി ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി, കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഓൺ ദ സെറ്റ് ഓഫ് ഓൾ റിയൽ വാല്യൂഡ് കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിനെ നമ്മൾ സി ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്നിങ്ങനെ ഡിനോട്ട് ചെയ്യാറുണ്ട്. ദെൻ ഇറ്റ് വിൽ ബി എ നോംഡ് സ്പേസ് ടുഗദർ വിത്ത് ഈ ഒരു നോം ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് എന്താണ് സെമി നോംസ്, അതായത് നോമിനുള്ള എക്സാമ്പിൾ അല്ല, നോം അല്ലാത്ത സെമി നോംസിനുള്ള എക്സാമ്പിൾസ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. സോ കൺസിഡർ ആർ എൻ. ഓക്കെ, ആർ എന്നിൽ ഞാൻ കൺസിഡർ ചെയ്യുന്ന നോം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ എൻ നോട്ട് ഓഫ് എൻ ടപ്പിൾ u1 u2 എക്സെട്ര un ഇസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് സെറ്റ് absolute value of u2 etc. absolute value of un.
ഈ സെറ്റിൽ ഏതെല്ലാം എലമെൻറ്റ്സ് ഉണ്ട്? U1 ഒഴികെ റിമൈനിങ് UIസിൻ്റെ എല്ലാം അബ്സല്യൂട്ട് വാല്യൂവിൻ്റെ സുപ്രീമത്തിലോട്ടാണ് മാപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സെമി നോം ആണെന്ന് നമ്മൾക്ക് പ്രൂവ് ചെയ്യണം. ഫോർ ദാറ്റ് കൺസിഡർ n നോട്ട് ഓഫ് u. നമുക്കറിയാം നോൺ നെഗറ്റീവ് ടേംസിൻ്റെ സുപ്രീമം ഓൾവേസ് നോൺ നെഗറ്റീവ്. So n naught of u is always greater than or equal to 0 for all u in Rn ആണ്. And n naught of alpha u1 ഇവിടെ actually n naught of alpha times u1 u2 etc. un is equal to n naught of alpha u1 etc. alpha un, and by the definition of n naught this is equal to supremum of the set absolute value of alpha u2 etc. absolute value of alpha un, and this can be written as absolute value of alpha into absolute value of u2 etc. absolute value of alpha into absolute value of un. So this supremum is equal to supremum of this set also. ഇനി absolute value of alpha എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾക്ക് എങ്ങനെ എഴുതാം? this is equal to absolute value of alpha into supremum of the set absolute value of u2 etc. absolute value of un. ഇനി എഴുതിയിരിക്കുന്നത് എന്താണ്? n naught of u1 u2 etc. un ആണ്. So this is equal to absolute value of alpha into n naught of u1 u2 etc. un ആണ്. നമ്മൾ ഇതിനോട് സിമിലർ ആയിട്ടുള്ളൊരു സാധനം മുൻപേ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ അതേ സ്റ്റെപ്സ് യൂസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റും? n naught of u plus v is less than or equal to n naught of u plus n naught of v. ഏത് സ്റ്റെപ്പ് എടുത്താൽ മതി? നമ്മൾ ഇതേ നോമ് മുൻപേയും കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതാ ഈ ഒരു കേസിൽ അല്ലേ, ഇത് തന്നെ എടുത്ത് വെച്ചാൽ മതി. അവിടെ u1 ഉണ്ട്, ഇവിടെ നമ്മൾക്ക് u1 ഇല്ല, u2 മുതലുള്ള ടേംസ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഡിഫറൻസ് ആയിട്ട്. അപ്പോൾ നമ്മൾക്ക് ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നോം ആണെന്ന് കിട്ടി, സെമി നോം ആണെന്ന് കിട്ടി അല്ലേ. ഇനി ആ ഒരു കണ്ടീഷൻ നോം ആണോ അല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾക്ക്. അപ്പോൾ n naught of u കൺസിഡർ ചെയ്യാം. this is equal to 0 if and only if supremum of the set absolute value of u2 etc. absolute value of un equal to 0 ആണ്. and which is possible if and only if ഇതിൽ ഓരോ സെറ്റിലുള്ള ഓരോ ടേമും നോൺ നെഗറ്റീവ് ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ സുപ്രീമം 0 ആണെന്ന് വെച്ചാൽ എന്താ മീൻ ചെയ്യുന്നത്? ഇതിലുള്ള ഓരോ ടേമും 0 ആണെന്ന്. സോ അബ്സല്യൂട്ട് വാല്യൂസ് എല്ലാം 0 ആയതുകൊണ്ട് u2 u3 etc. uns എന്ത് ചെയ്യും? 0 ആയി. അപ്പം നമ്മൾക്ക് n naught of u equal to 0 if and only if യുവിൻ്റെ സെക്കൻഡ് ടേം മുതലുള്ള എലമെൻറ്റ്സ് 0 ആവുക എന്നേ കിട്ടിയിട്ടുള്ളൂ. ഫസ്റ്റ് ടേം 0 ആവണമെന്നോ നോൺ 0 ആവണമെന്നോ ഒന്നും ഒരു കണ്ടീഷനും ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനിത് ഇങ്ങനൊരു എലമെൻ്റ് എടുത്തു. ഏതാണ്? ഇഫ് വി ടേക്ക് u is equal to, if you choose or anything, okay, u is equal to the n tuple c00 etc. ആണെന്ന് കരുതുക. for c belongs to R and c not equal to 0 ആണെങ്കിൽ നമ്മൾക്ക് എന്താണ്? n not of u equal to 0 ആണ്, പക്ഷേ u എന്തല്ല? which is not 0, which is a non-zero element in Rn ആണ്. so n not is not a norm but it is a semi-norm. okay, നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞതേ ഉള്ളൂ. എന്താണ്? c ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ n of f is equal to c of closed interval a b എന്താണ്? സെറ്റ് ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫങ്ഷൻസ്, സെറ്റ് ഓഫ് ഓൾ റിയൽ വാല്യൂഡ് കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഡിഫൈൻഡ് ഓൺ ദ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ടുഗദർ വിത്ത് ദ നോം n of f is equal to the absolute supremum of the absolute value of f of x such that x belongs to closed interval a b. അപ്പോൾ ഈ norm together with this norm c of a b is a normed space. അപ്പോൾ ഞാൻ a b എന്ന് പറയുന്നത് 0യും 1 എടുക്കുകയാണെങ്കിൽ c of 0 1 together with this norm is a normed space ആണ്. ഇനി ഞാൻ ഇതേ സ്പേസ് തന്നെ കൺസിഡർ ചെയ്യുന്നു. സെറ്റ് ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഓൺ ദ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 1 റിയൽ വാല്യൂഡ് കണ്ടിന്യൂസ് ഫങ്ഷൻ. നൗ കൺസിഡർ ദ മാപ്പ് n naught of f. ദിസ് ഈസ് ഈക്വൽ ടു supremum of the set absolute value of f of x such that x belongs to closed interval 0 1 അല്ല. x എന്താണ്? 0 to 1/2 മാത്രമേ വേരി ചെയ്യുന്നുള്ളൂ. for 0 less than or equal to x less than or equal to 1/2
ഈ അബ്സല്യൂട്ട് വാല്യൂവിൻ്റെ സുപ്രീമമാണ് എൻ നോട്ട് എഫ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നോൺ നെഗറ്റീവ് ആയതുകൊണ്ട് ഈ സെറ്റിൻ്റെ സുപ്രീമവും നോൺ നെഗറ്റീവ് ആയിരിക്കും. ഇനി എൻ നോട്ട് ഓഫ് ആൽഫ എഫ് എടുക്കുമ്പോൾ സുപ്രീമം ഓഫ് ദ സെറ്റ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ആൽഫ എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 വരും അല്ലേ. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ആൽഫ ഇൻറ്റു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ആണ് അല്ലേ. എന്നിട്ട് നമ്മൾക്ക് ഈ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ആൽഫ പോസിറ്റീവ് നോൺ നെഗറ്റീവ് ആയതുകൊണ്ട് ഇറ്റ് ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ്. Therefore it is equal to absolute value of alpha into supremum of this set, and it is equal to absolute value of alpha into n naught of f. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തു. നെക്സ്റ്റ് ആൻസർ n naught of f plus g. This is equal to supremum of f plus g of x, absolute value of f plus g of x, where 0 less than or equal to x less than or equal to 1/2, and we know that for any two real numbers f of x and g of x, f of x plus g of x is always less than or equal to, here actually f plus g of x is equal to absolute value of f of x plus g of x, and for this two real numbers this is less than or equal to absolute value of f of x plus absolute value of g of x. Hence this is less than or equal to supremum of the set absolute value of f of x plus g of x such that 0 less than or equal to x less than or equal to 1/2. Okay, and it is equal to supremum of the set absolute value of f of x such that 0 less than or equal to x less than or equal to 1/2 plus supremum of the set absolute value of g of x such that 0 less than or equal to x less than or equal to 1/2, and it is equal to n naught of f plus n naught of g. അപ്പോൾ ഈ മൂന്ന് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി സെക്കൻഡ് കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ നോമിൻ്റെ ഡെഫിനിഷനിൽ പറഞ്ഞ സെക്കൻഡ് കണ്ടീഷൻ നമ്മൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പം ഞാൻ ഇങ്ങനൊരു ഫംഗ്ഷൻ എടുത്തു. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ക്ലോസ് ഇൻ്റർവെൽ 0-1 ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ 0 to 1/2 ഈ ഒരു ഫംഗ്ഷൻ 0 തന്നെ മാപ്പ് ചെയ്യും. 1/2 കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് എക്സ് മൈനസ് 1/2 മാപ്പ് ചെയ്യും. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെ ഉണ്ടായിരിക്കും. ഓക്കെ, എങ്ങനെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ f is defined on the closed interval 0-1 by f of x equal to 0 for all 0 less than or equal to x less than or equal to 1/2, and f of x equal to x minus 1/2 for 1/2 less than or equal to x less than or equal to 1. Clearly it is a continuous function. കാരണം എന്താണ്, ക്ലോസ് ഇൻ്റർവെൽ 0-1/2 ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട്. ക്ലോസ് ഇൻ്റർവെൽ 1/2 1 എന്താണ് എക്സ് മൈനസ് 1/2 എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ അവിടെയും കണ്ടിന്യൂസ് ആണ്. ഇനി ഈ പോയിന്റിൽ രണ്ടിനും 1/2 സെയിം വാല്യൂ കൂടെയാണെങ്കിൽ എന്താണ് കണ്ടിന്യൂസ് ആയല്ലോ. അപ്പോൾ 1/2 ഫസ്റ്റ് ഇൻ്റർവെല്ലിൽ നിന്ന് എടുക്കുമ്പോൾ എഫ് ഓഫ് 1/2 എന്താണ് 0 ആണ് വരുന്നത്. സെക്കൻഡ് ഇൻ്റർവെല്ലിലോ എഫ് ഓഫ് 1/2 ഇസ് ഈക്വൽ ടു 1/2 മൈനസ് 1/2 ഈക്വൽ ടു 0 കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഫംഗ്ഷൻ ത്രൂ ഔട്ട് ക്ലോസ് ഇൻ്റർവെൽ 0-1 കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. സോ എഫ് എന്താണ് എക്സ് മൈനസ് 1/2 നോക്കിക്കുക, ഈ ഗ്രാഫിൽ നിന്ന് തന്നെ ക്ലിയർ ആണ് കണ്ടിന്യൂസ് ആണ് എന്നത്. സോ ഇറ്റ് ഈസ് എ നോൺ സീറോ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആൻഡ് therefore it is in the collection C of 0-1 closed interval 0-1. അപ്പോൾ ഞാൻ ഈ ഫംഗ്ഷന് കറസ്പോണ്ടിങ് n നോട്ട് ഓഫ് എഫ് കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ് വരിക, സുപ്രീമം ഓഫ് ദ സെറ്റ് എഫ് ഓഫ് എക്സ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 എന്ന് വരും. പക്ഷേ ഈ ഒരു ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ത് മാത്രമേ വരുന്നുള്ളൂ, 0 മാത്രമേ വരുന്നുള്ളൂ. സോ ഈ കളക്ഷനിൽ 0 മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ സുപ്രീം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 0 കിട്ടും. അപ്പോൾ ഇവിടെ എന്താണ് എഫ് നോൺ സീറോ ഫംഗ്ഷനാണ്, പക്ഷേ n നോട്ട് ഓഫ് എഫ് എന്താണ് 0 ആണ് വരുന്നത്. ഇപ്പോൾ നമ്മൾക്ക് എന്താണ് നോമിൻ്റെ ഡെഫിനിഷനിൽ സെക്കൻഡ് കണ്ടീഷൻ ഇവിടെ വയലേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഫംഗ്ഷൻ ഈസ് എ സെമി നോം ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ നോം. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ കൂടെ വരുന്നുണ്ട്. കൺസിഡർ C1 ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. എന്താണ് ഈ C1 ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്ന് വെച്ചാൽ വിച്ച് ഈസ് ദ ലീനിയർ സ്പേസ് ഓഫ് ഫങ്ഷൻസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ടു ആർ വിച്ച് ഹാവ് കണ്ടിന്യൂസ് ഡെറിവേറ്റീവ്സ്. കണ്ടിന്യൂസ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി പറഞ്ഞാൽ കണ്ടിന്യൂസ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ഡെറിവേറ്റീവ്സും
എല്ലാ ഡെറിവേറ്റീവ്സും കണ്ടിന്യൂസ് ആണ് എന്നാണ് മീൻ ചെയ്യുന്നത്. സോ ഇതിന് C1 ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ AB എന്നൊന്നും എഴുതണ്ട കേട്ടോ. ഫസ്റ്റ് ഡെറിവേറ്റീവ് മാത്രം കണ്ടിന്യൂസ് ആവുന്നതിന് നമ്മൾ C1 ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ AB എന്ന് എഴുതാറ്. സോ ഞാനൊന്ന് ക്രോസ് ചെയ്യുന്നുണ്ട്. സോ കൺസിഡർ ദ സ്പേസ്, ലീനിയർ സ്പേസ് ഓഫ് ഫങ്ഷൻസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ AB to R which have continuous derivatives. എന്താണ് കണ്ടിന്യൂസ് ഡെറിവേറ്റീവ്സ് ഉള്ള റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയുടെ കളക്ഷനാണ് ഞാനിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്, വിച്ച് ഇസ് എ ലീനിയർ സ്പേസ്, ആൻഡ് ഡിഫൈൻ ദ മാപ്പ് ഓൺ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ n നോട്ട് ഓൺ ദിസ് സ്പേസ് വിച്ച് ഇസ് ഡിഫൈൻഡ് ബൈ സുപ്രീമം ഓഫ് ദ സെറ്റ് absolute value of f dash of x such that a less than or equal to x less than or equal to b. Absolute value of f dash of x such that a less than or equal to x less than or equal to b. നേരത്തെ എങ്ങനെയായിരുന്നു absolute value of f of x ആയിരുന്നു എടുത്തത്. ഇവിടെ എങ്ങനെയാണ് എടുക്കുന്നത്? absolute value of f dash of x such that a less than or equal to x less than or equal to b എന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ എന്നോ സെമി നോം ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ക്ലിയർലി കളക്ഷനിൽ വരുന്നതെല്ലാം നോൺ നെഗറ്റീവ് ടേംസ് ആയതുകൊണ്ട് സുപ്രീമവും നോൺ നെഗറ്റീവ് ആയിരിക്കും. സോ n നോട്ട് ഓഫ് എഫ് ഈസ് ഓൾവേസ് നോൺ നെഗറ്റീവ്. നെക്സ്റ്റ് കൺസിഡർ n നോട്ട് ഓഫ് ആൽഫ എഫ്. അപ്പോൾ n നോട്ട് ഓഫ് ആൽഫ എഫ് ഇസ് ഈക്വൽ ടു സുപ്രീമം ഓഫ്, ആക്ച്വലി ഈ കളക്ഷനിൽ വരെ നമ്മൾക്ക് എന്താണ് സുപ്രീമം ഓഫ് ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ആൽഫ എഫ് ദ ഡെറിവേറ്റീവ് ഓഫ് ആൽഫ എഫ് ഡാഷ് ദ ഡെറിവേറ്റീവ് ഓഫ് ആൽഫ എഫ് ഓഫ് എക്സ് എന്നാണ് വരിക അല്ലേ. പക്ഷെ നമ്മൾക്കറിയാം കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തൊരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്തിന് ഈക്വലാണ്? ആ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ ഈക്വലാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ആൽഫ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അപ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്ന് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ആൽഫ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാം. സോ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ആൽഫ ഇൻറ്റു സുപ്രീമം ഓഫ് ദാറ്റ് സെറ്റ് എന്ന് വരും. അപ്പോൾ എന്ത് കിട്ടി? absolute value of alpha into n naught of f എന്ന് വന്നു. ഇനി ഇതുപോലെ തന്നെ n naught of f plus g എന്തിന് ഈക്വൽ ആണ്? സുപ്രീമം ഓഫ് ദ സെറ്റ് f plus g dash of supremum of the set of absolute value of f plus g dash of x എന്ന് വരും for x varies in this interval, and we know that the derivative of f plus g is the derivative of f plus the derivative of g ആണ്. So this is equal to supremum of the set of absolute value of f dash of x plus g dash of x such that a less than or equal to x less than or equal to b, and this is less than or equal to supremum of, നമുക്കറിയാം ഈ ഒരു വാല്യൂ less than or equal to absolute value of f dash of x plus absolute value of g dash of x ആണ്. So therefore the supremum of this set is less than or equal to supremum of the set of all f dash of x, absolute value of f dash of x plus absolute value of g dash of x for x in this interval, and it is equal to supremum of this set plus supremum of this set, and it is equal to n naught of f plus n naught of g. So ഈ മൂന്ന് കണ്ടീഷൻസ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ കൺസിഡർ ദ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ f of x is equal to c for each c in R. റിയൽ നമ്പർ ഈച്ച് റിയൽ നമ്പർ സിയിലോട്ട് മാപ്പ് ചെയ്യുന്ന കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എപ്പോഴും എന്താണ്? 0 ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഫംഗ്ഷന് ഈ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എഫിൻ്റെ നോം വാല്യൂ എന്താണ് വരിക? നോം വാല്യൂ അല്ല, ഇവിടെ നോം ആണെന്ന് പ്രൂവ് ചെയ്തിട്ടില്ലല്ലോ. n നോട്ട് ഓഫ് എഫ് എന്താണ് വരുന്നത്? ദിസ് ഇസ് ഈക്വൽ ടു supremum of the set absolute value of f dash of x such that a less than or equal to x less than or equal to b ആണ് വരുന്നത്. അപ്പോൾ f dash of x equal to 0 ആണ്. സോ ഈ ഒരു സെറ്റിൽ എന്താണ്? 0 മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ആ സെറ്റിൻ്റെ സുപ്രീമം എന്താണ്? വിച്ച് ഈസ് ഓൾസോ 0. അപ്പോൾ c നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ f എന്താണ്? എ നോൺ സീറോ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഇൻ ദിസ് സ്പേസ് ആണ് അല്ലേ, ആൻഡ് ഫോർ വിച്ച് n നോട്ട് ഓഫ് എഫ് ഈക്വൽ ടു 0യുമാണ്. അപ്പോൾ എന്ത് കിട്ടി? n നോട്ട് is not a norm but it is a semi norm. കാരണം എന്താണ്? ഒരു നോൺ സീറോ ഫംഗ്ഷനെ അത് സീറോയിലോട്ട് മാപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു കാര്യം ഇവിടെ ഡിഫൈൻ ചെയ്തതിന് ശേഷം ഈ ഒരു ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഡെഫിനിഷനിൽ വരുന്ന ടേം നമ്മൾ പിന്നീട് പ്രൂവ് ചെയ്യുന്നുമുണ്ട്. ഓക്കെ, സോ
എന്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. ലെറ്റ് എക്സ് ബാർ മ്യൂ ബി എ മെഷർ സ്പേസ്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് എക്സ് സെറ്റാണ്, എക്സ് ബാർ എന്താണ് മെഷർ സിഗ്മ ഓൾജിബ്രയാണ്, ആൻഡ് മ്യൂ എന്താണ് മെഷർ ഡിഫൈൻഡ് ഓൺ എക്സ് ബാറുമാണ്. ഓക്കെ, ഇഫ് എഫ് ബിലോങ്സ് ടു എൽ ഓഫ് എക്സ് ബാർ മ്യൂ, എൽ ഓഫ് എക്സ് മ്യൂ എന്ന് വെച്ചാൽ എന്താണ് ഇൻ്റഗ്രബിൾ ഫങ്ഷൻസിൻ്റെ കളക്ഷനാണ്. അപ്പോൾ എഫ് ബിലോങ്സ് ടു ദിസ് കളക്ഷൻ ആണെങ്കിൽ, ഓക്കെ, എഫ് ബിലോങ്സ് ടു ദിസ് കളക്ഷൻ ആണെങ്കിൽ നമ്മൾക്ക് എന്താണ് എൻ യു ഓഫ് എഫ്, ദ ഫങ്ഷൻ ഡിഫൈൻഡ് ബൈ എൻ യു ഓഫ് എഫ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് മോഡുലസ് ഓഫ് എഫ് ഡി മ്യൂ, ഇൻ്റഗ്രൽ ഓഫ് ദ മോഡുലസ് ഓഫ് എഫ് ഡി മ്യൂ. ഈ റൈറ്റ് സൈഡിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് എന്താണ് ഡിഫൈൻഡ് ആണ്. പക്ഷേ നമ്മൾക്ക് എൻ യു ഓഫ് എഫ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മോഡുലസ് ഓഫ് എഫ് ഡി മ്യൂ എന്ന് ഡിഫൈൻ ചെയ്യുന്ന ഈ ഫങ്ഷൻ എൻ യു സെമി നോം ആയിരിക്കും എന്നാണ് ഈ ഡെഫിനിഷനിൽ പറയുന്നത്. സെമി നോം ഓൺ ദ സ്പേസ് ഓഫ് എൽ ഓഫ് എക്സ് ബാർ മ്യൂ. അപ്പോൾ സെമി നോം ആവണമെങ്കിൽ എങ്ങനെ ഇത് സെമി നോമായി, ഇതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? ഓൾറെഡി നമുക്ക് സെമി നോമിന് ഡെഫിനേഷൻ ഉണ്ട്. അപ്പോൾ ആ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നിങ്ങനെ തുടങ്ങി കുറേ ഡൗട്ട്സ് വരും. ആൻഡ് സെമി നോം ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് എന്താണ് ലീനിയർ സ്പേസ് വേണം അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾക്ക് എൽ ഓഫ് എക്സ് ബാർ മ്യൂ ലീനിയർ സ്പേസ് ആണെന്ന് എവിടെയും നമ്മൾ പ്രൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിനി ഒരു എന്താണ് ഇത് ഒരു ലീനിയർ സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യും. ദെൻ എൻ യു സെമി നോം ആണെന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്ത് മനസ്സിലാക്കി വെച്ചാൽ മതി, ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന ഈ ഫംഗ്ഷൻ സെമി നോം ആയിരിക്കും. ഈ എൻ യു ഓഫ് എഫ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന ഈ ഫംഗ്ഷൻ സെമി നോം ആണ് എന്നാണ് ഈ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിനുള്ള എക്സ്പ്ലനേഷനൊക്കെ പിന്നീട് വരുന്നതാണ്. ഓക്കെ.